തിരുവനന്തപുരം സിറ്റിയിലെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ 2/7/2014 രാത്രിയും പിറ്റേന്ന് പുലർച്ചെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിലും രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നതിൽ പോലീസ് കേസുകളെടുത്ത് അന്വേഷിച്ചു വരുന്നു. 2/7/2024 രാത്രി കാര്യവട്ടം മെൻസ് റിസർച്ച് ഹോസ്റ്റലിൽ പുറത്തുനിന്നുള്ള ഒരാൾ പ്രവേശിച്ചത് കാരണമുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. KSU നേതാക്കളോടൊപ്പമാണ് ക്യാമ്പസിന് പുറത്തു നിന്നുള്ള ജോബിൻസൺ എന്നയാൾ എത്തിയതെന്ന് പോലീസ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 15ഓളം SFI പ്രവർത്തകർക്കെതിരെ KSU നേതാവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകാര്യം പോലീസ് ക്രൈം നമ്പർ 710/2024 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു. തുടർന്ന് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കോൺഗ്രസ് MLAമാരായ ശ്രീ ചാണ്ടി ഉമ്മൻ, ശ്രീ M. വിൻസെൻ്റ് എന്നിവർ സ്ഥലത്തെത്തി ഉപരോധത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഈ സമയത്ത് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ പോലീസ് ഓഫീസർ സന്തോഷിന് കല്ലേറിൽ നെഞ്ചിൽ പരിക്കേറ്റു. ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ MLAമാരായ M. വിൻസെൻ്റ്, ചാണ്ടി ഉമ്മൻ എന്നിവർക്ക് പുറമെ 20ഓളം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ക്രൈം നമ്പർ 709/2024 ശ്രീകാര്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നു. ഇതേസമയം SFI പ്രവർത്തകരും സ്റ്റേഷന് സമീപത്തുണ്ടായിരുന്നു. സംഘർഷാവസ്ഥ സംജാതമായ സാഹചര്യത്തിൽ 20ഓളം SFI പ്രവർത്തകർക്കെതിരെയും ശ്രീകാര്യം പോലീസ് ക്രൈം നമ്പർ 708/2024 സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2/7/2024 രാത്രി ഹോസ്റ്റലിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ക്യാമ്പസിന് പുറത്തുള്ള ആദിനാഥ് എന്ന വ്യക്തി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 7 SFI പ്രവർത്തകർ ഉൾപ്പെടെ 9 പേർക്കെതിരെ ശ്രീകാര്യം പോലീസ് ക്രൈം നമ്പർ 711/2024 മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KSUക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ 5 പേരെ പ്രതികളാക്കി മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഘർഷാവസ്ഥ നിയന്ത്രണ വിധേയമാക്കുന്ന ലക്ഷ്യത്തോടുകൂടി പോലീസ് കൃത്യമായ ഇടപെടലും പ്രവർത്തനവുമാണ് നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ വിവേചനവുമില്ലാതെയാണ് നടപടികളെടുത്തു വരുന്നത്. സംഭവം സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളിലും ശക്തമായ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കും. ക്യാമ്പസുകളിൽ ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്താൻ ബന്ധപ്പെട്ട എല്ലാവരും തയ്യാറാകേണ്ടതുമുണ്ട്. ഈ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ശ്രീ M. വിൻസെൻ്റ് സർ, കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നടത്തുന്ന ക്രൂരമായ അക്രമ പരമ്പരകൾ ഈ സഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴെല്ലാം SFIയുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന്. സർ, ഇന്നും അദ്ദേഹം പറഞ്ഞത് ഹോസ്റ്റലിൽ ഒരാൾ അതിക്രമിച്ച് കയറിയതിനെ തുടർന്ന് ആണ് ഈ സംഘർഷം ഉണ്ടായി എന്നുള്ളതാണ്. സർ, അത് നമുക്ക് പരിശോധിക്കാം. സർ, ലോ കോളേജിലെ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്ന വനിതാ നേതാവായിരുന്ന അഫ്ന യാക്കൂബിനെ നിലത്തിട്ട് ചവിട്ടി കൂട്ടിയ സംഭവം, KSUക്കാർ താമസിക്കുന്ന വീടുകളിലേക്ക് പോയി SFIക്കാർ നടത്തിയ അക്രമം, അവർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോയപ്പോൾ 70ഓളം പേർ ചേർന്ന് അവിടെ നടത്തിയ അക്രമം, ഇതിനെക്കുറിച്ച് അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിടെ സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ അങ്ങേ അസ്വസ്ഥനാക്കി. അങ്ങ് പറഞ്ഞു SFI അധിക്ഷേപിക്കുന്നതിന് അതിര് വേണ്ടേ എന്നാണ് അങ്ങ് ചോദിച്ചത്. അങ്ങ് വീണ്ടും പറഞ്ഞു SFI ഇങ്ങനെ പൊങ്ങി പോകുന്നതിൽ ഞങ്ങൾക്കുള്ള അസൂയയാണ് എന്ന്. സർ, പൊങ്ങി പോകുന്നുണ്ട് സാർ. ASFന്റെ വനിതാ നേതാവിനെ കേട്ടാലറയ്ക്കുന്ന ഭാഷാ പ്രയോഗം നടത്തിയിട്ടുള്ള നേതാവിനെ സംസ്ഥാന സെക്രട്ടറിയാക്കി പൊങ്ങിപ്പോയി സാർ. വിജയലക്ഷ്മി ടീച്ചറെ തടഞ്ഞു വെച്ച് ആക്രമിച്ചയാളെ രാജ്യസഭാംഗമായിട്ട് പൊങ്ങിപ്പോയിട്ടുള്ള കാര്യമാണ് സാർ കാണുന്നത്. സാർ അതുപോലെ തന്നെയാണ് സാർ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച
സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച നടന്നപ്പോഴും അങ്ങെടുത്ത സമീപനം ഇതുതന്നെയായിരുന്നു സാർ. സാർ, അങ്ങ് നൽകുന്ന പൊളിറ്റിക്കൽ പാട്രണേജാണ് സാർ SFIക്ക് ഈ അക്രമ പരമ്പരകൾ നടത്താനുള്ള ഊർജം പകരുന്നത്. സാർ, ഹെൽമറ്റും ചെടിച്ചട്ടിയും മുളവടിയും കൊണ്ട് എതിരാളികളുടെ കൈയും കാലും തലയും ചവിട്ടി പൊട്ടിക്കുന്നവരെ രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് സംരക്ഷിച്ചത് അങ്ങാണ്. സാറ്, അവരെ സംരക്ഷിച്ചതിന് കേരളത്തിലെ അങ്ങ് നൽകിയ പൊളിറ്റിക്കൽ പാട്രണേജിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയ ചുട്ട മറുപടിയാണ് സാർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. സാറ്, അങ്ങ് എല്ലാ കാലത്തും സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചപ്പോൾ അങ്ങ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. പക്ഷെ അതോടൊപ്പം തന്നെ പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള സഹായം വെറ്റിനറി സർവകലാശാലയും ഭരണകൂടവും ചെയ്തു കൊടുത്തു എന്നുള്ള ഓർക്കണം. സാർ, 25-ാം തീയതി ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയാണ്. സാർ, ആ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് കാരണം സർവകലാശാല കേസിൽ യഥോചിതം ഇടപെടാത്തത് കൊണ്ടാണ്. സാറ്, വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നോംസ് അനുസരിച്ച് 75% ഹാജരില്ലാത്ത ആളുകൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. സാർ, അങ്ങനെ ആ കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ വെറ്റിനറി സർവകലാശാല പരാജയപ്പെട്ടു. 26-ാം തീയതിയിലെ പരീക്ഷയ്ക്ക് 25-ാം തീയതി ഉത്തരവ് വരുമ്പോൾ രാത്രി സർവകലാശാല ഒന്നടങ്കം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ആ ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണുത്തിയിലേക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നു. 2 ടീച്ചർമാരെ ഇൻവിജിലേറ്റർമാരായിട്ട് നിയോഗിക്കുന്നു. അടുത്ത ദിവസം രാവിലെ 26-ാം തീയതി രാവിലെ സർവകലാശാല ഉത്തരവിറങ്ങുകയാണ്. സാർ, റോക്കറ്റ് വേഗത്തിലാണ്. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേക പരിഗണന നൽകിയാണ് ഈ നിർദ്ദേശങ്ങളെന്നും നിലവിലെ ചട്ടങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കുമുള്ള ഇളവായി എടുക്കേണ്ടതില്ലെന്നും ഉത്തരവ് പറയുന്നു. സാർ, ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് ആഹാരം കൊടുക്കാതെ നോട്ടീസിലേക്ക് വരൂ. ബഹുമാനപ്പെട്ട അംഗം നോട്ടീസിൽ പറഞ്ഞ കാര്യമല്ല പറയുന്നത്. സമയം കൃത്യസമയത്ത് ഓഫ് ചെയ്യും. സാർ, അവർക്ക് എന്ത് പരിഗണനയാണ് കൊടുക്കേണ്ടത്? അങ്ങ് സാർവദേശീയ കാര്യങ്ങൾക്ക് പോയാൽ കൃത്യസമയത്ത് ഓഫ് ചെയ്യേണ്ടി വരും. ഈ രക്ഷാസേനയുടെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണമാണ് സാർ കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായിട്ടുള്ളത്. KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സാൻ ജോസ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ക്യാമ്പസിൽ കൊണ്ടുവന്ന് ക്യാമ്പസിലെ സെന്റർ സർക്കിളിലാക്കി. അയാൾ തിരിച്ചു പോകുമ്പോൾ തന്നെ ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന റിസർച്ച് യൂണിയന്റെ ചെയർമാൻ ഒറ്റപ്പാലം മുൻ MP-യുടെ മകനും അജയ്കുമാറിന്റെ മകനുമായിട്ടുള്ള അജയ് ഫോണിൽ വിളിച്ച് പറയുകയാണ്, ഒരുത്തൻ വരുന്നുണ്ട്, തടഞ്ഞോളണം. അയാളെ പുറകെ പോവുകയാണ് 3 ബൈക്ക്. അയാളെ തടഞ്ഞു നിർത്തി ബൈക്കിന്റെ കീ ഊരിയെടുക്കാൻ. എന്നിട്ട് ഫോണിലൂടെ ഈ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജോബിൻസ് നമ്മുടെ സാൻ ജോസിനെ വിളിച്ചു പറയുന്നു, എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നു. സാൻ ജോസ് ഗ്രൗണ്ടിനടുത്തേക്ക് പോയപ്പോൾ 30ഓളം SFIക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. ആ സാൻ ജോസിനെ കണ്ട ഉടൻ തന്നെ SFIയുടെ നേതാവ് അഭിജിത്ത് ആക്രോശിക്കുകയാണ്, ഇവനെ പൊക്കി ഹോസ്റ്റൽ റൂമിൽ കൊണ്ടിടുക എന്ന് പറയുകയാണ്. സാറ്, അയാളെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് സാൻ ജോസിനെ റിസർച്ച് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. സാർ, അഭിമന്യു എന്ന SFIക്കാരൻ സാൻ ജോസിന്റെ കഴുത്ത് ഞെരിച്ചു. ശ്വാസം കിട്ടാതെ കൈയും കാലും പിടച്ചപ്പോൾ സാൻ ജോസിന്റെ തല ഗ്രില്ലിൽ ഇടിക്കുകയാണ് സാർ. അവിടെ വെച്ച് മർദ്ദിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സാൻ ജോസിന്റെ സുഹൃത്തിനെയും കൂടി അല്പം കഴിഞ്ഞപ്പോൾ സാൻ ജോസിന്റെ സുഹൃത്തുക്കളെ കൂടി അവിടെ കൊണ്ടുവരികയാണ്. സാർ, അവിടെ കൊണ്ടുവന്നിട്ട് SFIയുടെ ED റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. സാർ, ED മുറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സാർ, കാര്യവട്ടം ക്യാമ്പസിലെ ED മുറിയുടെ നമ്പർ 121. സാർ, സിദ്ധാർത്ഥിനെ ഇടിച്ച് ചതച്ച ED മുറിയുടെ നമ്പർ 21. എല്ലാ കോളേജുകൾക്കും ED മുറി ഉണ്ട് സാർ. സാറ്, പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിലല്ല സാർ SFI നിൽക്കുന്നത്, ED മുറിയുടെ ഭീകരതയിലാണ്. സാറ്, ഈ 121-ാം നമ്പർ മുറിയിൽ കസേരയിൽ ഇരുത്തി എന്നിട്ട് വിചാരണ തുടങ്ങുകയാണ്. സാർ, ഇഷ്ടപ്പെടാത്ത മറുപടി കേൾക്കുമ്പോ ബൂട്ടിട്ട് ചവിട്ടുകയാണ്. ചവിട്ടി കസേരയോടുകൂടി മറിഞ്ഞു വീഴുന്നു. ഇവിടെ ഒരു തെറ്റവർ തിരുത്തി. സാറ്, വെറ്റിനറി കോളേജിൽ ഭക്ഷണം പോലും കൊടുക്കാതിരുന്നെങ്കിൽ ഇവിടെ കുടിവെള്ളം കൊടുത്തു. സാർ, ഇടയ്ക്കിടയ്ക്ക് കുടിവെള്ളം കൊടുത്തു. സാർ, 1 മണിക്കൂർ അവിടെ ഇരുത്തി അയാളെ മർദ്ദിക്കുകയാണ്. സാർ, എന്നിട്ട് യൂണിറ്റ് ഉണ്ടാക്കാൻ നീ ആരാണ്, അതാണ് അവരെ പ്രകോപിപ്പിച്ചത്. സാർ, നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് കഴിഞ്ഞ സമീപ വർഷങ്ങളിൽ ഇല്ലാത്ത വിധത്തിൽ 20ഓളം ബോർഡുകൾ അവിടെ KSU സ്ഥാപിച്ചു.
കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ഇതിൽ അസ്വസ്ഥരായിട്ടാണ് സാൻ ജോസാണ് അതിന് നേതൃത്വം നൽകുന്നതെന്നുകൊണ്ട് അയാളെ ആക്രമിക്കാൻ ഇവർ തയ്യാറായത്. സാർ, ഇങ്ങനെ 1 മണിക്കൂറോളം മർദ്ദനവും വിചാരണയും കഴിഞ്ഞതിന് ശേഷം എന്നെ ആരും ഉപദ്രവിച്ചില്ല എന്ന് സാൻ ജോസിനെ കൊണ്ട് എഴുതി വാങ്ങുകയാണ്. അത് വീഡിയോ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സാർ, എന്നിട്ട് വീഡിയോ റെക്കോർഡ് ഞാൻ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി എന്ന് സാൻ ജോസിനെ കൊണ്ട് പറയിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാർ. സാർ, ഈ സാൻ ജോസ് എന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആളാണ് സാർ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ 20 വർഷമായി എനിക്കറിയാം. സാർ, ദാരിദ്ര്യത്തിന്റെ അങ്ങ് അവിടെ ഇരിക്കെ, പ്രതിപക്ഷ അവിടെ ഇരിക്കെ, അങ്ങ് അവിടെ ഇരിക്കെ, പ്രതിപക്ഷം അവിടെ ഇരിക്കെ, ബഹുമാനപ്പെടുത്തി ശാന്ത പ്ലീസ് അങ്ങ് അവിടെ ഇരിക്കെ, അങ്ങ് അവിടെ ഇരിക്കെ, അങ്ങ് അവിടെ ഇരിക്കെ, അങ്ങ് ചാടി അടിക്കൽ അവിടെ ഇരിക്കെ, പ്രതിപക്ഷ നേതാവല്ലേ അവിടെ ഇരിക്കെ, പ്രതിപക്ഷ നേതാവല്ലേ, അവരുടെ ഭാഗത്ത് കമന്റ് ഒന്നും വന്നില്ല. പ്ലീസ് അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. ഏതെങ്കിലും തരത്തിൽ ഇന്ററപ്റ്റഡ് ആവുന്ന ഒരു കമന്റ്സ് ആണ് വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട അംഗം അവതരിപ്പിക്കുക പ്ലീസ്. യെസ് അവിടെ ഇരിക്കെ, പ്ലീസ് അവിടെ ഇരിക്കെ. യെസ്, അവതാരകർ അവസരം കൊടുക്ക്, നിങ്ങൾ ഇരിക്കെ അവിടെ, നിങ്ങൾ അവിടെ ഇരിക്കെ പ്ലീസ്. ശ്രീ അൻവർ അവിടെ ഇരിക്കെ, അവതാരകൻ അവതരിപ്പിക്കട്ടെ, പറയാം. യെസ് അവതാരകൻ അവതരിപ്പിക്കട്ടെ, അവതരിപ്പിക്കുക പ്ലീസ്. ശ്രീ അൻവർ അവിടെ ഇരിക്കെ, പ്ലീസ് അവിടെ ഇരിക്കെ. യെസ് അങ്ങ് അവതരിപ്പിക്കുക. അങ്ങ് അവതരിപ്പിച്ചോ. പരമകോടിയിലുള്ള ഒരു വീടാണ് സാർ അത്. സാർ, നമ്മുടെ നാട്ടിൽ 2 നേരം പട്ടിണി കിടന്ന് 3 നേരം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രക്ഷകർത്താക്കളുള്ള ഒരു നാടാണ് സാർ നമ്മുടേത്. സാർ, അങ്ങനെ പട്ടിണി കിടന്ന് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി കോളേജിൽ അയക്കുമ്പോ അദ്ദേഹം ക്കാരുടെ ആക്രമണങ്ങൾക്കിരയായാൽ അവരുടെ ഉള്ളു പടയും സാർ. അവരുടെ ഹൃദയം തകർന്നു പോകും സാർ. ഒരു പോറലേറ്റാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല സാർ. ഈ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയപ്പോ സിദ്ധാർത്ഥിന്റെ അനുഭവമാണോ എനിക്കുണ്ടാകാൻ പോകുന്നത്, ഞാൻ പേടിച്ചു പോയി എന്നാണ് സാൻ ജോസ് പറഞ്ഞത് സാർ. കേസെടുക്കണമെന്ന് സാറ് ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് പ്രതിഷേധിച്ചു. സാർ, ഞാൻ രാത്രി അവിടേക്ക് പോവുകയാണ്. സാർ, എന്റെ വാഹനം അവിടെ എത്തിയപ്പോൾ തന്നെ SFIക്കാർ വാഹനത്തിൽ അടിക്കുകയും കൈകൊണ്ടിടിക്കുകയും കമ്പ് കൊണ്ടടിക്കുകയും ചെയ്ത. ഇന്നും വാഹനം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാർ, ഞാൻ ഡോറ് തുറന്നിറങ്ങിയപ്പോ എന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു സാർ. 50ഓളം സാർ, ഇത്രയും ബഹളം ഉണ്ടാക്കി. അടിയന്തര പ്രമേയത്തിന് ഒരു സമയമുണ്ട്, ആ സമയത്തിനപ്പുറത്ത് അനുവദിക്കാൻ പറ്റില്ല. അടിയന്തര പ്രമേയത്തിന്റെ അവതാരകരുടെ സമയമുണ്ട്, അങ്ങ് അവതരിപ്പിക്കണം. അങ്ങ് സാവകാശിയെ പറഞ്ഞ് എനിക്കറിയേണ്ട കാര്യം. പ്ലീസ് അവിടെ ഇരിക്കെ, പ്ലീസ് അംഗങ്ങൾ അവിടെ ഇരിക്കെ, പ്ലീസ് അങ്ങ് അവതരിപ്പിക്കുക. അങ്ങ് കൺക്ലൂഡ് ചെയ്യ്, അങ്ങ് അങ്ങയുടെ സമയം കളയാണ്. പ്ലീസ് അങ്ങ് കൺക്ലൂഡ് ചെയ്യ്. അവിടെ ഇരിക്കെ, പ്ലീസ് മിനിസ്റ്റേഴ്സ് അവിടെ ഇരിക്കെ, അങ്ങ് കൺക്ലൂഡ് ചെയ്യ്. സാർ, 50ഓളം പോലീസുകാർ നോക്കി നിൽക്കുകയാണ് അവിടെ ഇരിക്കെ. SFIക്കാർ കയ്യേറ്റം ചെയ്തത് സാർ. ഒരു മന്ത്രിയുടെ കാറിൽ കൊടി കെട്ടിയതിന്റെ പേരിൽ SFI നേതാക്കളുടെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത പോലീസ്, KSUക്കാരുടെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത പോലീസ് എന്നെ ആക്രമിച്ചപ്പോൾ നോക്കി നിൽക്കുകയാണ് സാറേ, ഒരു കോഗ്നൈസിബിൾ ഓഫൻസ് നടക്കുന്നുവെന്ന് കണ്ടിട്ടും കയ്യും കെട്ടി നിൽക്കുന്ന കൃത്യവിലോപം നടത്തിയ ആളുകളാണ് ഞാൻ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തിയെന്ന്. സാറേ, അവിടെ തന്നെ മാറിവാനസ് കോളേജിലെ വിദ്യാർത്ഥി ആക്രമിച്ചു. ആശുപത്രിയിലേക്ക് പോയപ്പോ മാറിവാനസ് കോളേജിലെ വിദ്യാർത്ഥി ആദിനാഥിനെ സ്കാൻ ചെയ്തിട്ടിരുന്നപ്പോൾ അവിടെ വെച്ച് ആക്രമിക്കുകയാണ് സാർ. അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് നിർമ്മൽ, ഋഷി എന്നിവരെ ആശുപത്രിയിൽ വെച്ച് ആക്രമിക്കുന്നു. സാർ, ഇവരുടെ രീതി എങ്ങനെയാണ് സാർ? ആശുപത്രിയിൽ വെച്ച് സാർ, ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു സാർ. ഇങ്ങനെ ക്യാമ്പസുകളിൽ നടത്തുന്ന അക്രമങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഉപേക്ഷിച്ചു പോകാൻ ഇടവരുത്തുന്നുണ്ട് എന്നങ്ങ് മനസ്സിലാക്കണം സാർ. ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു പോയിന്റ് പറഞ്ഞു. കാര്യവട്ടം ക്യാമ്പസിൽ 2021 24,000 അപേക്ഷകൾ ഉണ്ടായിരുന്നു സാർ. കഴിഞ്ഞ വർഷം അത് 11,000 കുറഞ്ഞു. ഈ വർഷം അത് 9,000 കുറഞ്ഞു. കേരളത്തിലെ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നകറ്റി
വിദേശ സർവകലാശാലയിലേക്ക് പോകുന്നതിന് ഈ SFIയുടെ ഭീകരതയും ഒരു കാരണമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാം. SFI കേരളത്തിന് ഒരു ബാധ്യതയായി തെറ്റുതിരുത്തുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. തെറ്റുകൾ കൂടുതൽ ആവർത്തിച്ചുകൊണ്ടാണ് പോകുന്നത് സാർ. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇവിടെ ബഹുമാനായ വിൻസെൻ്റ് പറഞ്ഞത് ഈ പൊളിറ്റിക്കൽ പാട്രണേജ് SFIക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നടക്കാൻ പാടില്ലാത്ത എന്തോ സംഭവങ്ങൾ നടക്കുന്നുവെന്നാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു SFIയെ അധിക്ഷേപിക്കുന്നതിന് അതിരുവേണ്ടേ എന്ന് ഞാനേതോ ഘട്ടത്തിൽ പറഞ്ഞു വന്നു. സർ, അത് ചില കാര്യങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളെല്ലാവരും പൊതുവെ അംഗീകരിക്കുന്നതും RSSന് വലിയ വിഷമമുണ്ടാക്കുന്നതുമായ ഒരു പേരും ചിത്രവുമാണല്ലോ മഹാത്മാഗാന്ധിയുടേത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഗാന്ധി ചിത്രം SFIക്കാർ തകർത്തുവെന്നായിരുന്നല്ലോ വലിയ പ്രചരണം അഴിച്ചുവിട്ടിരുന്നത്. സർ, അത് ഇപ്പോൾ ശബ്ദമുണ്ടാക്കുന്നവരെക്കാളും കടുത്ത ശബ്ദത്തിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതാണല്ലോ. സർ, പക്ഷേ പിന്നീട് വസ്തുതകൾ കൃത്യമായി പുറത്തു വന്നല്ലോ. എന്താണ് ആ വസ്തുത? SFIക്കാർ ഓഫീസ് വിട്ടിറങ്ങുന്നു. ആ ഘട്ടത്തിൽ ഗാന്ധി ചിത്രം അവിടെയുണ്ട്. സർ, ആ ഓഫീസിൽ കയറിയ SFIക്കാർ മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗാന്ധി ചിത്രത്തിനൊരു കേടുമില്ല. ഗാന്ധി ചിത്രം അവിടെയുണ്ട്. അപ്പോൾ അതിനുശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു. സർ, ആരാണ് ഗാന്ധി ചിത്രം തകർത്തതപ്പോൾ? അവിടെയുള്ളത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. ഗാന്ധി ചിത്രം തകർത്തതിൻ്റെ പേരിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്തിന് ഗാന്ധി ചിത്രം തകർക്കാൻ പോയി? നാണം കെട്ട രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നോക്കുക. നാണം കെട്ട രീതിയിൽ അംഗീകരിക്കല്ല വേണ്ടത്, അതിനെ ന്യായീകരിക്കല്ല വേണ്ടത്. അങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് പറയാ വേണ്ടത്. നിങ്ങളുടെ ചെറുപ്പക്കാർ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. വെറുതെ കയ്യുമുയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. സർ, അടുത്ത ദിവസമാണല്ലോ നമ്മുടെ AKG സെന്റർ ആക്രമണ കേസിലുള്ള ഒരു ആളെ അറസ്റ്റ് ചെയ്തത്. എന്തായിരുന്നു ആ ഘട്ടത്തിലുണ്ടായിരുന്ന പരിഹാസം? ഇവിടെ തന്നെ എത്രമാത്രം ചോദ്യങ്ങളായിരുന്നു പരിഹാസപൂർവ്വം ചോദിച്ചിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയല്ലേ പിടിയിലായത്? ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ ആള് ഇതിൻ്റെ മുഖ്യ ആസൂത്രകനായിരുന്നു എന്ന് വ്യക്തമായില്ലേ? സർ, അതേസമയം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു KPCC പ്രസിഡന്റിൻ്റെ അടുത്ത അനുയായിയായിരുന്നു. ഞാനൊരു ദിവസം വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ആ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമമുണ്ടായല്ലോ. ആ ദിവസം ഇതേ വ്യക്തി ആ വിമാനത്തിലുണ്ടായിരുന്നു.
എന്നും ഇപ്പോൾ പുറത്തു വന്നില്ലേ? അപ്പോൾ അതിൻ്റെ ആസൂത്രണത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നല്ലേ വ്യക്തമാകുന്നത്? സർ, അപ്പോൾ നാം കാണേണ്ടത് തെറ്റായ രീതികൾ പ്രചരണത്തിനു വേണ്ടി നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ SFIയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമങ്ങൾ നടന്നപ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അത്തരം അധിക്ഷേപം നടത്തുന്നതിൻ്റെ അതിര് വേണ്ടേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. സർ, നമ്മളെല്ലാവരും ഓർക്കുന്നൊരു കാര്യമല്ലേ, കുറച്ച് വർഷം മുൻപ് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാർ ചാപ്പകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വൻപിച്ച പ്രചരണം. ഏതായിരുന്നു ബഹളം? എന്തെല്ലാം കലാപങ്ങളായിരുന്നു അതിൻ്റെ മേലെ സംഘടിപ്പിച്ചിരുന്നത്. സർ, ഇതേ ആള്, ഈ ചാപ്പ കുത്തപ്പെട്ട ആള്, അദ്ദേഹം KSU വിദ്യാർത്ഥി നേതാവായിരുന്നല്ലോ. അദ്ദേഹം പിന്നീട് പറഞ്ഞതെന്താ? ഇത് ഗൂഢാലോചന വഴി സ്വയം സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന നിലയുണ്ടായില്ലേ? സർ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമല്ലേ, പുറത്തു വന്ന കാര്യമല്ലേ? സർ, ഇവിടെ SFIയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFIയുടെ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. സർ, ആ തരത്തിൽ നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ രീതിയിൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നത് SFI അല്ലേ? ഇവിടെ ഏതെങ്കിലും ഇത്തരമൊരു അനുഭവം KSUവിന് പറയാനുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തരത്തിലും അപലപിക്കപ്പെട്ടപ്പോൾ ധീരജ് രാജേന്ദ്രൻ്റെ ആ അരുൺ കൊലയെപ്പറ്റി ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ് പ്രതികരിച്ചത് എന്തായിരുന്നു എന്ന് ഓർമ്മയില്ലേ? ഞാനത് ആവർത്തിക്കേണ്ടതുണ്ടോ? എരന്ന് വാങ്ങിയ അല്ലേ, അതല്ലേ പറഞ്ഞിരുന്നത്? സർ, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? കൊല നടത്തുക, നടത്തിയ കൊലയെ നിർലജ്ജം ന്യായീകരിക്കുക, ആ കൊലയാളികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. സർ, ഇവിടെ അദ്ദേഹം പറഞ്ഞു ഈ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയത്. സർ, അത് വീണ്ടും ഞാൻ ആവർത്തിക്കണോ? എന്തായിരുന്നു സംഭവിച്ചത്? എന്തിനായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണത്? ആ ചാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ? എന്താ സംശയം? സർ, ഇവര് ബഹളം വെച്ചതുകൊണ്ടോ ഇവർക്ക് വേണ്ടി കുറേ മാധ്യമങ്ങൾ വല്ലാതെ ശബ്ദമിട്ടതുകൊണ്ടോ വസ്തുതയല്ലാതാകുമോ? പ്ലീസ്. സർ, ഇവിടെ
ഞങ്ങളെപ്പറ്റി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളത് ഇന്നലെ മനസ്സിലായല്ലോ. ഇന്നലെ മാതൃഭൂമി പത്രം കൊടുത്തില്ലേ ഒരു വാർത്ത? EP ജയരാജൻ എന്ന് പറയുന്ന ആള് ആ കമ്മിറ്റിയിൽ സംസാരിക്കാത്തയാളാ. നാണം വേണ്ടേന്ന് ഇങ്ങനത്തെ ഓരോന്നും എടുത്ത് നടത്താൻ. എന്നിട്ട് അങ്ങനെ ഓരോന്ന് എഴുന്നേൽപ്പിച്ച് നടക്കുകയാണ്. ആ മാധ്യമ വാർത്തയും കൊണ്ടാണ് ഇപ്പോൾ എടുത്ത് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ പറ്റിയാണല്ലോ. അത് തന്നെ പറയട്ടെ. അത് കേൾക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര വിറളി? ഇവർക്ക് സന്തോഷമല്ലേ വേണ്ടി വന്നാൽ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പരാജയപ്പെട്ടു പോയെങ്കിൽ അത് ഞാൻ വീണ്ടും പറയുമ്പോൾ ഇവർക്ക് സന്തോഷമല്ലേ വേണ്ട? ഇവരെന്തിനാണ് വെപ്രാളപ്പെടുന്നത്? ഇവരെന്തിനാണ് വെപ്രാളപ്പെട്ട് ചാടിക്കൊണ്ടിരിക്കുന്നത്? സർ, ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ്. ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു. ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അതെങ്ങനെ കുറ്റകരമാവും? ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? ഞാൻ കാണാത്ത വസ്തുതയെക്കുറിച്ച് പിന്നെ ഞാൻ എങ്ങനെ പറയൂ? അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കാണുന്നില്ലാലോ. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അത് അന്നും പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ വാർത്തകള് കൈയടിക്കണേ തീരുമാനിച്ചോളൂ. അത് വേറെ. അത് നിങ്ങൾ തീരുമാനിക്കണ്ട. കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചോളൂ. കേട്ടില്ലേ? അതിന് നിങ്ങളുടെ ശുപാർശ വേണ്ട. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കൈയടിക്കുന്നവരുമല്ല അവര്. അത് മനസ്സിലായിക്കോ. നിങ്ങൾ ഏർപ്പാട് ചെയ്ത് വെച്ചാൽ മതി. ആ ഏർപ്പാട് നിങ്ങളുടെ കൂട്ടത്തിലേ ഉള്ളൂ, ഞങ്ങളുടെ കൂട്ടത്തിലില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ എന്തോ കുറേ മാധ്യമങ്ങൾ കുറേ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ ഞങ്ങളാകെ അങ്ങ് തീർന്നു പോകുകയാണെന്ന് ധരിക്കല്ലേ. ആ വ്യാമോഹമൊന്നും വേണ്ട കേട്ടോ. ഏതെല്ലാം തരത്തിലുള്ള മാധ്യമ വേട്ട നേരിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്നറിയോ? ഞാൻ വീണ്ടും അതിൻ്റെ കഥകളിലേക്ക് പോകണോ? അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പലരും ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടൊന്നും തകർന്നു പോകുന്ന ഒരു കൂട്ടരല്ല ഞങ്ങൾ. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയുക, അതാണ് പ്രശ്നം. ഇവിടെ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് പറയുമ്പോൾ സിദ്ധാർത്ഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായുള്ള കേസ് ശരിയായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. ആ കേസിൽ പിന്നീട് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു. CBIക്ക് കൊടുത്തു. CBI അതേ വഴി തന്നെയല്ലേ സ്വീകരിച്ചത്? അതിലെന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടായോ? ഈ നേരത്തെ നടന്ന അന്വേഷണത്തെ ഏതെങ്കിലും നേരത്തെ തള്ളിപ്പറഞ്ഞു? ശരിയായ രീതിയിലല്ലേ അന്വേഷണം നടന്നത്? പിന്നെ അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോടതി യൂണിവേഴ്സിറ്റി എല്ലാം കൂടി തീരുമാനിക്കുന്ന കാര്യമാണ്. അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല. വിദ്യാർത്ഥികൾ പഠിച്ച് കേസിൽപ്പെട്ടതിൻ്റെ ഭാഗമായി പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് യൂണിവേഴ്സിറ്റിയും കോടതിയും തീരുമാനിക്കേണ്ടതാണെങ്കിൽ പരീക്ഷ എഴുതില്ല. പരീക്ഷ എഴുതണമെന്ന് അവർ തീരുമാനിച്ചാൽ പരീക്ഷ എഴുതും. അത് യൂണിവേഴ്സിറ്റിയുടെയും കോടതിയുടെയും കാര്യമാണ്. അതിൽ ഗവൺമെൻറ് എങ്ങനെയാണ് ഉത്തരവാദിത്വം വരുന്നത്? ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇടിമുറി, സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ KSU? ഓർമ്മയില്ലേ? നിങ്ങൾ ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല, ചെറുപ്പക്കാർക്ക്. മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ട്. തിരുവഞ്ചൂരിനൊക്കെ നല്ല ഓർമ്മയുള്ളത് അതിൻ്റെ കാര്യങ്ങൾ. അത് ഓർമ്മയില്ലേ? നിറഞ്ഞു നിന്നായിരുന്നില്ലേ? എങ്ങനെയാണ് നിങ്ങൾ ശോഷിച്ചു പോയത്? എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്? ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ എത്തി? ഇതല്ലേ ആലോചിക്കേണ്ടത്. ഇടിമുറിയിലൂടെയാണോ? നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ
SFI വളർന്നു വന്നത്. ആ SFIയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതാണോ? പെട്ടെന്നങ്ങ് സംഭവിച്ചതാണോ? എന്തെല്ലാം അതിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നേരിടേണ്ടി വന്നു. അതിനിടക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണം 35 ധീരരായ സഖാക്കൾ അവരുടെ ജീവൻ വെടിയുന്ന അവസ്ഥ സൃഷ്ടിക്കേണ്ടി വന്നത്. അതിന് പലതിനും കാരണക്കാരായവർ, അതിൻ്റെ രാഷ്ട്രീയ കാരണക്കാർ നിങ്ങളല്ലേ പലതിനും. ഓർക്കണ്ടേ അത്? തകർന്നുപോയോ ആ പ്രസ്ഥാനം? ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് നിങ്ങളെ ആവശ്യമായിരിക്കാം. നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാകുമ്പോൾ ചില നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കൽ ഞങ്ങളുടെ പണിയിൽപ്പെട്ടതല്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയും. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒച്ചയിട്ടില്ലേ? ആ സംഭവത്തിലും പറഞ്ഞിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തിച്ചിട്ടുമുണ്ട്. അതാണ് ആ സംഘടനയുടെ പ്രത്യേകത. അങ്ങനെയൊരു വലിയ അനുഭവ സമ്പത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയല്ലേ അത്. വീഴ്ചകളുണ്ടോ, കുറവുകളുണ്ടോ? വിദ്യാർത്ഥി ജീവിതമാണ്. എല്ലാവരും വിദ്യാർത്ഥി ജീവിതം കടന്നു വന്നതല്ലേ. ആ പ്രായത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ നമ്മുടെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് എല്ലാ തരത്തിലും നിർഭാഗ്യകരമായ കാര്യമാണ്. ഇതുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഭാഗമായി പോലീസ് ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടി വരും. ക്യാമ്പസുകളിൽ സംഘർഷാവസ്ഥ സംജാതമാകുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. സർ, സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനയെ താറടിക്കാനുള്ള തത്രപ്പാട് അത് പ്രശ്നങ്ങളെ ഒന്നുകൂടി വഷളാക്കാനാണ് ഇടയാക്കുക. സംഘർഷത്തിന് ഉത്തരവാദി ആരാണ്? സംഭവങ്ങളുടെ നിജസ്ഥിതി എന്താണ്? ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ പക്ഷപാതപരമായ വിധിയെഴുത്ത് നടത്തുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങളെ തുരങ്കം വെക്കുന്ന സമീപനമായിട്ടാണ് അത് മാറുക. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമങ്ങൾക്ക് നല്ല ഫലം വന്നു തുടങ്ങിയിട്ടുണ്ട്. നാക് അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും മുൻനിരയിൽ നിൽക്കുന്നു. ഈ അഭിമാനകരമായ വസ്തുതയെ തമസ്കരിച്ചുകൊണ്ടാണ് ക്യാമ്പസുകളിലാകെ ഗൂണ്ടാ വിളയാട്ടമാണെന്ന പ്രചാരണം നടത്തുന്നത്. മരം കണ്ട് കാട് കാണുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ടാക്കരുത്. ഇവിടെ ഒരിടക്ക് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പാടില്ല എന്ന് വരെ ചിലർ അഭിപ്രായപ്പെടുകയുണ്ടായി. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയ പുരോഗമനപരമായ പല പരിഷ്കരണങ്ങൾക്കുമെതിരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ തെരുവിലിറക്കിയത് ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ്. സർ, അപ്രകാരം പിന്തിരിപ്പൻ ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാൻ സർവാത്മനാ പിന്തുണ നൽകിയവരാണ്. അവരുടെ ആശയങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്കെതിരെ വാളോങ്ങിയത്. എന്നാൽ ക്യാമ്പസിലെ സംഘടനം അപലപനീയവും അനഭിലഷണീയവുമാണ്. ഇക്കാര്യത്തിൽ ഉത്തരവാദികളായവർ നടപടികൾ നേരിടുകയും വേണം. എന്നാൽ
ഒരു പ്രത്യേക സംഘടനയിൽ എല്ലാ കുറ്റങ്ങളും ചാർത്തി വസ്തുതകളെ വക്രീകരിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല. ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ ഉൾപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ലേബൽ അടിസ്ഥാനപ്പെടുത്തി മരണം ഇരന്നു വാങ്ങിയതാണെന്ന അഭിപ്രായം ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് ഇവർക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ്. അതിനെ ചെറിയ തോതിലെങ്കിലും അപലപിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായോ? ഇത്തരം സമീപനങ്ങളാണ് ക്യാമ്പസുകളിലെ സംഘർഷങ്ങൾക്ക് ത്വരകമായി മാറുന്നത്. പക്ഷപാതപരമായി മാത്രം കാര്യങ്ങളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നതിന് സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകാം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഉദ്ദേശവും അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ വഴിവിട്ടു പോകാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ക്രമസമാധാന പാലകരും ഒരുമിച്ച് പരിശ്രമങ്ങൾ നടത്തണം. അതിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഗുണമേന്മയുള്ളതാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കേണ്ടത് പഠനത്തിൻ്റെയും പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും സുഗമമായ മുന്നോട്ടു പോക്കിന് അനിവാര്യമാണ്. ഇത് നിലനിർത്താൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളോട് ഒപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുകൂടി ഇതോടൊപ്പം അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, കഴിഞ്ഞ ദിവസം ഞാൻ ഈ നിയമസഭയിൽ ചോദിച്ചു, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? അത് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ഇന്ന് ഈ സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ആ വാചകങ്ങൾക്ക് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഞങ്ങളിവിടെ പറഞ്ഞു, ഈ ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. സാർ, ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേട്രണേജാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത്. സാർ, രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് ഞാൻ അന്ന് പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, ഇന്നും പറയുന്നു, എന്നും പറയുന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് സാർ. കാരണം വലിയ സന്തോഷമാണ് അത് കേട്ടപ്പോൾ. ഞങ്ങളാണ് കൈയടിച്ചത് അത് കേട്ടപ്പോൾ. കാരണം നിങ്ങൾ മാറില്ല, നിങ്ങൾ തിരുത്തില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത്. ആ രക്ഷാപ്രവർത്തനം ആവർത്തിച്ച് പറഞ്ഞത്. അതായത് എന്ത് വൃത്തികേടും കാണിക്കാൻ, എന്ത് ക്രിമിനൽ നടപടികളും കാണിക്കാൻ, ആരെയും വേട്ടയാടാൻ, ആരെയും തല്ലിക്കൊല്ലാൻ കുറെ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ സാർ, അവർ വിലയിരുത്തിക്കോട്ടെ. ഇവിടെ ഒരു ചെറുപ്പക്കാരനെ, ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായ ഒരു ചെറുപ്പക്കാരനെ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയപ്പോ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത്? അതെങ്ങനെയാണ് സാർവദേശീയ സംഭവമാകുന്നത്? സാർ, ഒരു MLA ഒരു പോലീസ് സ്റ്റേഷനിൽ തന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കുട്ടി ഇരുണ്ട മുറിയിൽ അടികൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ MLA, 2 MLAമാർ ശ്രീ M. വിൻസെന്റും ശ്രീ ചാണ്ടി ഉമ്മനും ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ 50 പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഈ MLA M. വിൻസെന്റിനെ കയ്യേറ്റം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത്? മുഖ്യമന്ത്രിയാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റാത്ത വേറെ കുറെ സംഭവങ്ങളിലേക്ക് പോയത്. സാർ, ഞങ്ങളുടെ ചോദ്യം, ഒരു ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഒരു വിദ്യാർത്ഥി നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു, കസേരയിൽ ഇരുത്തി വിചാരണ നടത്തി. ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായിട്ട് പോലും സാർ ഞങ്ങൾ വിചാരിച്ചത് ഈ സിദ്ധാർത്ഥിന്റെ സാർ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നു. സാർ, ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായപ്പോൾ സാർ അത് ഇനി കേരളത്തിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കില്ല എന്നാണ് കേരളത്തിന്റെ മനസാക്ഷി കരുതിയത്. സാർ, വീണ്ടും അതിന്റെ വേദന മാറുന്നതിന് മുമ്പ്
വീണ്ടും ഒരു ചെറുപ്പക്കാരനെ കസേരയിലിരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തി അവന്റെ തല കമ്പിയിലിടിപ്പിച്ച് അവനെ ഷൂ വെച്ച് ചവിട്ടിക്കൂട്ടി ക്രൂരമായി മർദ്ദിച്ചു. ആ ശ്വാസം മുട്ടി പിടയുന്ന സമയത്ത് ഞാൻ സിദ്ധാർത്ഥിനെ ഓർത്തുപോയി എന്നാണ് സാൻജോസ് പറഞ്ഞത്. സർ, ആരാണ് സർ ഈ ലൈസൻസ് ഒരു ക്യാമ്പസിലെ ഹോസ്റ്റലിലെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഇതുപോലെ ക്രൂര കൃത്യം ചെയ്യാൻ സർ ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്? സർ, എന്നിട്ട് ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം എന്തിനാണ് സാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത്? അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ അവിടെ ധർണയിരുന്നത്, അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി. സാർ, അവിടെ എന്തിനാണ് സാർ വീണ്ടും SFIക്കാർ വന്നത്? പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വീണ്ടും എന്തിനാണ് സാർ SFIക്കാർ വന്നത്? അപ്പൊ ഇവരിങ്ങനെ നടക്കുകയാണ്. സാർ, ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അവരെ വീണ്ടും ക്രൂരമായി മറ്റു കുട്ടികളെ മർദ്ദിച്ചു, ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഹോസ്റ്റലിൽ, പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ, വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ക്രിമിനലുകൾ ഇങ്ങനെ പുറകെ നടന്നു ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ച സംഭവത്തെക്കുറിച്ചാണ് ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത്. സർ, ഇവിടെ ഇത് നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ, ഒരു സംശയവും വേണ്ട, നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ. സാർ, ഇവിടെ മുഖ്യമന്ത്രി കുറെ കാര്യം പറഞ്ഞല്ലോ, എനിക്കതിന് മറുപടി പറയണമല്ലോ. സാർ, ഇവിടെ അലിഖിത നിയമവാഴ്ചയാണ്, പ്രാകൃത ശിക്ഷാരീതിയാണ്. സിദ്ധാർത്ഥിന്റെ കേസിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് ഹോസ്റ്റലിൽ അലിഖിതമായ നിയമവാഴ്ചയാണെന്നാണ്, എന്തും ചെയ്യാൻ പ്രാകൃതമായ ശിക്ഷാ നടപടികളാണെന്നാണ്. എന്നിട്ടാണ് ന്യായീകരിക്കുന്നത്. നിങ്ങളുടെ പോലീസാ റിമാൻഡ് റിപ്പോർട്ടിൽ സാർ എഴുതി കൊടുത്തത്. സാർ, ഇവിടെ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിന്റെ മുഖത്തല്ലടിച്ച് എന്നിട്ട് ഒരു SFI ഏരിയ സെക്രട്ടറി പ്രസംഗിക്കുകയല്ലേ. സാർ, എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പറ്റില്ല, ഞാൻ ഈൽഡ് ചെയ്യുന്നില്ല. സാർ, അങ്ങ് സംസാരിച്ചോ. അങ്ങക്ക് ഇന്ററപ്ഷൻ. ഞാൻ വഴങ്ങുന്നില്ല, ഞാൻ സംസാരിക്കാം. സാർ, കഴിഞ്ഞ ദിവസം SFIയുടെ ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചെന്താ സാർ? അയാളുടെ 2 കാല് കൊത്തിയെടുക്കും. ആരുടെ? പ്രിൻസിപ്പലിന്റെ. പറഞ്ഞില്ലേ, 2 കാലും കൊത്തിയെടുക്കും. അവന്റെ നെഞ്ചത്ത്, ആരുടെയാണ്? പ്രിൻസിപ്പലിന്റെ. അടുപ്പ് കൂട്ടും. അവിടെയുള്ള അധ്യാപകരെ കൊണ്ടുപോകാൻ ഈ പോലീസിന് മതിയാവില്ല 2 ആംബുലൻസ്. നിങ്ങളുടെ പോലീസിനോട് നോക്കിയാ പറഞ്ഞത്, ഈ പോലീസ് മതിയാവില്ല, 2 ആംബുലൻസ് കൂടി കൊണ്ടുവരുത്തി വരും. അത് കാല് വെട്ടിക്കളയുന്ന അധ്യാപകരെ ആശുപത്രിയിൽ എത്തിക്കുക. സാർ, ഇത് കേരളമാണോ? സാർ, യു പ്ലീസ്. I am on my legs. Yes, You please, have please, no please, please, please. no right to intervene. No right. I am on my legs. പ്ലീസ്, അങ്ങ് സംസാരിച്ചോ. പ്ലീസ് അവര് സംസാരിക്കട്ടെ. പ്ലീസ്, അവര് സംസാരിക്കട്ടെ. പ്ലീസ്, അവിടെ ഇരിക്ക്. പ്ലീസ്, അവിടെ ഇരിക്ക്. യെസ്. സാർ, ശ്രീ ബഹുമാനപ്പെട്ട മന്ത്രി പാർലമെന്ററി കാര്യ വകുപ്പിന്റെ കൂടെ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളൊക്കെ അറിയണം. സാർ, ഞങ്ങൾ പറഞ്ഞു തിരുവനന്തപുരം ലോ കോളേജിലെ സംഭവം ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. അന്ന് മുഖ്യമന്ത്രി ഇതുപോലെ ന്യായീകരണം നടത്തി. സാർ, ഞങ്ങളുടെ പെൺകുട്ടികളെ ചവിട്ടി നിലത്ത് വലിച്ചിട്ട് ചവിട്ടിയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത്, സങ്കടം വന്നിട്ട് കൊണ്ടുവന്നതാണ്. സാർ, അന്നേരം ന്യായീകരിച്ചു. പിറ്റേ മാസം 21 അധ്യാപകരെ, 16 അധ്യാപികമാരുൾപ്പെടെയുള്ളവരെ 21 അധ്യാപകരെ ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു. പുറത്തിറങ്ങാൻ ശ്രമിച്ച അധ്യാപികയുടെ കൈ തിരിച്ചു പിടിച്ചു. സാർ, ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ
സാർ, ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോൾ അവർക്ക് പ്രതീകാത്മകമായി ശവപ്പെട്ടി ഒരുക്കി കൊടുത്തു. വേറൊരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കേട്ടോളാം, ഇവിടെ സംഘപരിവാറിന്റെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. സംഘപരിവാറിന്റെ കാര്യം പറഞ്ഞല്ലോ. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അധ്യാപക സംഘടനയിൽ 29 വർഷം പ്രവർത്തിച്ച ആ പ്രിൻസിപ്പലാണ് ഇപ്പൊ ആലത്തൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി നിന്ന്. നിങ്ങൾ കൊടുത്താണ് അവരെ, നിങ്ങൾ കൊടുത്താണ്. സർ, മഹാരാജാസ് കോളേജിൽ അവിടെ ഇരിക്കുക അദ്ദേഹം പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. അവിടെ ഇരിക്കെ അദ്ദേഹം സംസാരിക്കട്ടെ. പ്ലീസ് അവിടെ ഇരിക്കെ. മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. 9 മിനിറ്റ്. സർ, മഹാരാജാസ് കോളേജിൽ ഇതുപോലെ നിങ്ങൾ എന്താണ് സാർ? ഒരു മര്യാദ വേണം, മന്ത്രിയായ ഒരു മര്യാദ വേണം ആദ്യം. സർ, മഹാരാജാസ് കോളേജിൽ അങ്ങ് സംസാരിച്ചോ. സർ, മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലിന്റെ കസേര പുറത്തു കൊണ്ടുവച്ച് കത്തിച്ചു. അതിനേക്കാളും നല്ല പ്രിൻസിപ്പലിനെ കത്തിക്കുന്നതായിരുന്നു. പ്രതീകാത്മകമായി ചെയ്താണ്. സാർ, MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ASF സംസ്ഥാന നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. SFI നേതാക്കൾ പറഞ്ഞ വാക്കുകൾ എനിക്കിവിടെ പറയാൻ പറ്റില്ല, അൺപാർലമെന്ററിയാണ്. സാർ, നവയുഗം ജനയുഗം എഴുതിയെന്താ? ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിച്ച ഈ വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് റവന്യൂ മന്ത്രിയുടെ പത്രമായ ജനയുഗം എഴുതിയത് ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തു. SFIക്കാര് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് ആ പോയ പോക്കിൽ ഗാന്ധിയുടെ ചിത്രത്തിന് മാലയിടാൻ വേണ്ടി പോയതാണോ? ആണോ പോയത്? നിങ്ങൾ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. നിങ്ങൾ എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് അടിച്ചു തകർത്ത്? എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് നിങ്ങൾ എന്തിനാ അടിച്ചു തകർത്തത്? സാർ, പറയാം, ചാപ്പകുത്തി കാര്യം പറയാം. സാർ ASFന്റെ നേതാവ് സുബേഷ് സുധാകരൻ 123 ദിവസം SFIക്കാർ ആക്രമിച്ചിട്ട് ആശുപത്രി കിടന്നു. അയാൾ പറഞ്ഞെന്താണെന്നറിയാമോ? ഞങ്ങളെ ഇന്ന് വരെ ഒരു ക്യാമ്പസിലും KSUക്കാർ മർദ്ദിച്ചിട്ടില്ല. ഞങ്ങളെ മർദ്ദിക്കുന്നതും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതും SFIക്കാരാണ്. സുബേഷ്, ASF നേതാവ്. സർ, ഇവിടെ പറഞ്ഞല്ലോ AKG സെന്ററിൽ ബോംബെറിഞ്ഞു. എന്നിട്ട് സാർ, ഇതേപോലത്തെ ആളുകളാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് റോട്ടിലിറങ്ങിയാലും. പ്ലീസ് അങ്ങ് സംസാരിച്ചോ. അങ്ങോട്ട് നോക്കണ്ട. എനിക്ക് സംരക്ഷണം. അതെ, ഇപ്പൊ സംസാരിക്കാൻ ഒരു പ്രോബ്ലം ഇല്ല. ഇവിടെ എന്ത് മര്യാദ? ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ സംസാരിച്ചോ. അതങ്ങ് ഇഗ്നോർ ചെയ്യും. നിങ്ങൾ സംസാരിച്ചോ. അങ്ങക്ക് മൈക്കുണ്ട്. അങ്ങ് സംസാരിച്ചോ. ഞാൻ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങയുടെ പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട് കൃത്യമായി. അങ്ങ് സംസാരിച്ചോ. അങ്ങനെ സംസാരിക്കാൻ മറുഭാഗം കേൾക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് സൈലന്റ് ആക്കിയ ഒരു അടിയന്തരമായ പ്രസംഗം നടക്കുമോ? പിൻ ഡ്രോപ്പ് സൈലൻസിൽ എപ്പോഴും കൂടെ പ്രസംഗം നടന്നിട്ടുണ്ടോ? അങ്ങേക്ക് അതിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. ആരിരുന്നാലും ഇവിടെ അങ്ങനെ തന്നെയാണ് സ്ഥിതി. ചെയറിൽ നാളെ നിങ്ങൾ ഇരുന്നാലും തന്നെ ഗതി. ചെയറിൽ എനിക്ക് പകരം അങ്ങ് ഇരുന്നാലും തന്നെ ഗതി. പിൻ ഡ്രോപ്പ് സൈലൻസ് ഒരിക്കലും ആവാറില്ല ഇവിടെ. അത് രണ്ടു പക്ഷവും കാണിക്കേണ്ട മര്യാദയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലീസ് അങ്ങ് പറഞ്ഞോ. എഴുന്നേറ്റിരിക്കാൻ പറയാം. അവിടെ ഇരിക്കെ. ഞാൻ എല്ലാം പറഞ്ഞിട്ടേ പോവുള്ളൂ. എല്ലാം പറഞ്ഞിട്ടേ പോവുള്ളൂ.
മുഖ്യമന്ത്രി ചോദിച്ചു AKG സെന്ററിൽ ബോംബർ ചെയ്തതിന് നിങ്ങൾ എന്തെല്ലാം വാർത്തകൾ വന്നു? സാർ, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാരാ? P. കൃഷ്ണപിള്ള. ആ സ്മാരകം തല്ലിത്തകർത്ത ആരാ? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ തന്നെ. നിങ്ങൾ തന്നെ. അങ്ങയുടെ പ്രസംഗം 13 മിനിറ്റ് കഴിഞ്ഞു. അല്ല, അങ്ങയുടെ പ്രസംഗം 13 മിനിറ്റ് കഴിഞ്ഞു. സാധാരണ ഒരു വാക്കൌട്ട് സ്പീച്ച് നിങ്ങൾ നടത്താറില്ല. അങ്ങ് തന്നെ പാലിക്കുന്ന ജെന്റിൽനെസ് ഉണ്ട്. അല്ലല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇക്കാലം അത്രയും പാലിച്ച ജെന്റിൽനെസ് ഉണ്ട്. അങ്ങ് ഇതിനും പാലിക്കണം പ്ലീസ്. അങ്ങ് മുഖ്യമന്ത്രി 25 മുഖ്യമന്ത്രി 2 അവതരണം മറുപടി 2 മറുപടിയാണ്. 2 മറുപടി. നോ 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 2 മറുപടിയാണ്. 2 മറുപടിയാണ്. മുഖ്യമന്ത്രി 2 മറുപടിയാണ്. ക്ലോക്കിൽ വളരെ ക്ലിയർ ആയി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി 2 മറുപടിയാണത്. പ്ലീസ്. നിങ്ങള് ഒരു പ്രതിപക്ഷ നേതാവിനെ 13 മിനിറ്റ് ആയപ്പോ സമയമായെന്ന് അങ്ങ് പാലിക്കുന്ന മര്യാദയാണ്. ബഹളം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ് ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. സാർ, ചാപ്പകുത്തിയ സംഭവം പറഞ്ഞു. സാർ, 2000 ആണ്ടിലാണേ. 2000 നവംബർ 10 ചാപ്പകുത്തി. സാർ, ആ വിദ്യാർത്ഥി എവിടെയാണ് സാർ പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു, അത് കോൺഗ്രസ് ഓഫീസിലെ ചാപ്പകുത്തിയെന്ന്. ആ വാർത്ത വായിച്ചിട്ട് ഇവിടെ ഒന്നും പറയല്ലേ സാർ? ഒരു വാർത്തയില്ല. ഞാൻ നിങ്ങളിരിക്കി ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് സാർ. ഇവിടെ നടക്കുന്നത് ഈ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാക്കി പൈശാചികമായ വേട്ട നടത്തി എതിർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരെയും സമ്മതിക്കാതെ, ഞങ്ങളെ മാത്രമല്ല ASF ഉൾപ്പെടെ ആരെയും സമ്മതിക്കാതെ ക്യാമ്പസുകളിലെ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. സാർ, മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയോട് കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ഇവരെ നിയന്ത്രിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ. നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ കൈവിട്ടു പോകും. സാർ, ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇതൊരു കാരണവശാലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരാത്താണ്. അങ്ങ് നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ്സിൽ നിങ്ങൾക്ക് ആ നവകേരള സദസ്സ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സർ, ഞാൻ മഹാരാജാവൊന്നുമല്ല. ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. നിങ്ങൾ അധികാരം കയ്യിൽ വന്നപ്പോ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ, നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ മർദ്ദിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണെന്ന്. നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ മഹാരാജാവല്ല എന്നാണ് കേരളം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. സാർ, അതാണ് നിങ്ങൾ ധരിക്കേണ്ടത്. എന്നെ കൊണ്ട് പറയിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് അങ്ങ് വാക്കൌട്ട് ചെയ്യുന്നുണ്ടോ? പ്രതിപക്ഷ വാക്കൌട്ട് ചെയ്യുന്നുണ്ടോ? പ്ലീസ്. അവിടെ പോയിരിക്കെ പ്രതിപക്ഷ അങ്ങ് വാക്കൌട്ടാണോ? എന്താണ് വാക്കൌട്ടാണോ? എന്താന്ന് പറയരുതാ. അവരിരിക്കട്ടെ, നിങ്ങൾ അവിടെ പോയിരിക്കെ. ഒന്ന് അവിടെ പോയിരിക്കെ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ? വാക്കൌട്ടാണോ? ബഹുമാനപ്പെട്ട പാർലമെന്ററി മിനിസ്റ്റർ. യെസ് സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടില്ല. മഹാത്മാഗാന്ധിയുടെ ചിത്രം SFIക്കാരാണ് തകർത്തത് എന്ന് പറഞ്ഞത് ആക്ഷേപകരമായ പരാമർശമാണ്. തകർത്തത് കോൺഗ്രസുകാർ തന്നെയാണ് എന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാം. പരിശോധിക്കാം. അല്ല, അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ചെയറിനെ ഭീഷണിപ്പെടുത്തുകയും
ചെയറിന് നേരെ ആക്രോശങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ചെയറിനെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനുമുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. അത് എല്ലാ ആളുകളും പാലിക്കേണ്ട ചില മര്യാദകളാണ്. ചെയറിന് നേരെ തുടർച്ചയായി ആക്ഷേപങ്ങൾ ചെയ്യുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ല. ചെയറിന് നേരെ ആക്ഷേപങ്ങൾ ചൊരിയുന്നത്, ചെയറിനെതിരെ നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ചേംബറിൽ വന്ന് പറയാം. അല്ലാതെ ചെയറിനെതിരെ ആക്ഷേപ സ്വരങ്ങൾ ചൊരിയുന്നത് ഒരു ജനാധിപത്യത്തിന്, ഒരു ഹെൽത്തി ഡെമോക്രസിക്ക് ചേർന്നല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.